കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom 4th സെമസ്റ്റർ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ അടുത്ത ക്ലാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി എന്ന പാർട്ടാണ്. ഈ മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ: ഒന്ന്, ബോർഡ് ആൻഡ് ഗവേണൻസ്; രണ്ടാമത്തത് ഡയറക്ടേഴ്സ്, ദെയർ അപ്പോയിൻമെൻറ്റ്, ഡയറക്ടേഴ്സ് പൊസിഷൻ, പവേഴ്സ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ഡയറക്ടർ, qualification and disqualification of director, removal of directors, key managerial personnel, introduction to corporate governance, need and importance of corporate governance, SEBI, management powers and functions of SEBI, security appeal tribunal. ഇത്രയും കണ്ടൻസ് ആണ് മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി എന്ന 4th മൊഡ്യൂളിലുള്ളത്. നമുക്ക് ഓരോന്നും ഓരോ പാർട്ടായിട്ട് നോക്കാം. ആദ്യമായിട്ട് ബോർഡ് ആൻഡ് ഗവേണൻസ്. Directors or board of directors. The company is an artificial person and managed by the human being, individually known as directors and collectively known as board of directors. നമുക്കറിയാം, ഒരു കമ്പനി എന്നത് ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഒരു കമ്പനിയുടെ ഭരണനിർവഹണം നടത്തുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്, ഗവേൺ ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സ് ആണ്. അതിലെ ഓരോ ഇൻഡിവിജ്വലിനും പറയുന്ന പേരാണ്. ഡേ ടു ഡേ അഫയേഴ്സും കമ്പനിയുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നടത്തുന്ന ആളുകളെ ഇൻഡിവിജ്വലി പറയുന്ന പേര് ഡയറക്ടേഴ്സ് എന്നും, ആ ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തെ കലക്റ്റീവ്ലി നോൺ ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എന്നാണ് പറയുന്നത്. ദ ഡയറക്ടേഴ്സ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡേ ടു ഡേ ഫങ്ഷനിങ് ഓഫ് ദി കമ്പനി. ഇറ്റ് ഈസ് ദ ബോർഡ് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി കമ്പനി ഓവറോൾ പെർഫോമൻസ്. കമ്പനീൻ്റെ ദൈനംദിന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഈ ഡയറക്ടേഴ്സിനാണ്. അവരാണ് കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബോർഡ് എന്ന് പറയുന്നത്. To enable a company to live and achieve its objective as mentioned in the object clause its memorandum of association, it has to depend upon an agency known as board of directors. ഒരു കമ്പനി, ആ കമ്പനീൻ്റെ മർമ്മപ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഒബ്ജക്റ്റീവ് ക്ലോസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ പ്രാപ്തരാക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ഏജൻസിയാണ്, കമ്പനിക്ക് വേണ്ടി നേടിയെടുക്കുന്ന ഏജൻസിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. Board of Directors of a company is a core team selected according to the procedure prescribed in the Articles of Association. ഒരു കമ്പനിയെ സംബന്ധിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നതാണ് അവിടുത്തെ കോർ ടീം. ഈ ടീമിനെ, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ നടപടിക്രമങ്ങൾക്കനുസരിച്ചാണ്. നമുക്കറിയാം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റാണ്. കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ബൈലോ എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. ഇത് പ്രകാരമാണ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് അനുസരിച്ചാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഡയറക്ടർ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് ഡയറക്ടർ. ദ കമ്പനീസ് ആക്ട് 2013 ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ എക്സോസീവ് ഡെഫിനിഷൻ ഓഫ് ദി ടേം ഡയറക്ടർ. 2013 കമ്പനീസ് ആക്ട് ഒരു കൃത്യമായ നിർവചനം ഡയറക്ടർ എന്ന പദവിക്ക് കൊടുക്കുന്നില്ല. പക്ഷേ നോക്കാം, സെക്ഷൻ 2(34) ഓഫ് ദി ആക്ട് പ്രിസ്ക്രൈബ്ഡ് ദാറ്റ് ഡയറക്ടർ മീൻസ്. എന്നാൽ സെക്ഷൻ 2(34) ഡയറക്ടർ എന്ന പദവിയെ ചെറിയൊരു നിർവചനം കൊടുക്കുന്നുണ്ട്. എന്താണ് അർത്ഥമാക്കുന്നത്? എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദി ബോർഡ് ഓഫ് ദി കമ്പനി. കമ്പനീൻ്റെ ബോർഡ് ഓഫ് കമ്പനിയിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അപ്പോയിൻ്റ് ആവുന്ന ഡയറക്ടർ എന്ന പൊസിഷൻ അലങ്കരിക്കുന്ന ആരാണോ അയാളെ വിളിക്കുന്ന പേരാണ് ഡയറക്ടർ എന്നത്. ഓക്കെ, എ ഡയറക്ടർ ഈസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു പെർഫോം ദ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ഡയറക്ടർ എന്ന് പറയുന്നത് വ്യക്തികളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കമ്പനീൻ്റെ ഡയറക്ടർ അവൻ ഫേമുകൾക്ക് അധികാരമില്ല, പേഴ്സൺ ആയിരിക്കും. ഓക്കെ, ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനീസ് ആക്ട് 2013 പറയുന്ന അനുസരിച്ച് ആളുകളെ ഡയറക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ പ്രധാനപ്പെട്ട കടമകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വ്യക്തികളെ ഡയറക്ടർമാരായിട്ട് കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. ഓരോ കമ്പനിയിലും എത്രത്തോളം ഡയറക്ടേഴ്സിന് ആവശ്യമുണ്ട്, അല്ല അതിൻ്റെ മാക്സിമം മിനിമം എത്രയാണ് നമുക്ക് നോക്കാം. 3 തരത്തിലുള്ള കമ്പനികളാണ് ഉള്ളത്: പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, 1 പേഴ്സൺ കമ്പനി. ഓക്കെ, പബ്ലിക് കമ്പനിയിലാണെങ്കിൽ മിനിമം 3 ഡയറക്ടേഴ്സ്, പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ഡയറക്ടേഴ്സ്, 1 പേഴ്സൺ കമ്പനിയിൽ 1 ഡയറക്ടർ. ഓക്കെ, മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 15 ആളാണ്.
വിച്ച് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഈ 15 എന്നുള്ള മാക്സിമം ലിമിറ്റാണ്, വേണമെങ്കിൽ അതിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറക്ടേഴ്സിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, ഇവിടെ 1% കമ്പനിയിൽ മാത്രം 1 ഡയറക്ടർ ആയിരിക്കും ഉണ്ടാവുക, മാക്സിമം ആയാലും മിനിമം ആയാലും. ഓക്കെ, നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ. എന്താണ് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവണമെങ്കിൽ അയാളുടെ യോഗ്യത എന്താണ് എന്നുള്ളതാണ് അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഡസ് നോട്ട് ലേ ഡൗൺ എനി പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഫോർ എ ഡയറക്ടർ, നോട്ട് ഈവൻ എ ക്വാളിഫിക്കേഷൻ ഷെയർസ്. 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആകാൻ വേണ്ടിയുള്ള യോഗ്യതയെക്കുറിച്ച് ഒരു കാര്യം നിഷ്കർഷിക്കുന്നില്ല. ഈവൻ ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർ, എത്ര ഷെയർ എടുക്കണമെന്ന് പോലും കമ്പനീസ് ആക്ട് പ്രതിപാദിക്കുന്നില്ല. The articles of association of a company generally or may provide that certain number of shares will have to held by each director. എന്നാൽ ഓരോ കമ്പനിൻ്റെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ടാവും ഇത്ര ഷെയർ എടുത്ത ആളുകളാണ് കമ്പനിയുടെ ഡയറക്ടർ ആവാൻ അർഹതയുള്ളത് എന്നുള്ളത്. ഓക്കെ, സച്ച് ഷെയർസ് ആർ കോൾഡ് ക്വാളിഫിക്കേഷൻ ഷെയർ. അത്തരം ഷെയർസിനെയാണ് ഇത് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഷെയർ. കമ്പനിയുടെ ഡയറക്ടർ ആകാൻ അർഹതയുള്ള കമ്പനിയുടെ എത്ര ഷെയർ എടുക്കണമെന്ന് ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടാകും. അത്തരം ഷെയർസിനെയാണ് ക്വാളിഫിക്കേഷൻ ഷെയർ. യൂണിവേഴ്സിറ്റി എക്സാമിൽ പലപ്പോഴും 2 മാർക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് യു മീൻ ക്വാളിഫിക്കേഷൻ ഷെയർ എന്നുള്ളത്. ഓക്കെ, നോക്കാം എന്താണെന്നുള്ളത്. അടുത്തായ ദ നോമിനൽ വാല്യൂ ഓഫ് ക്വാളിഫിക്കേഷൻ ഷെയർസ് ഓഫ് എ ഡയറക്ടർ ഫിക്സഡ് ബൈ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസിലാണ് കമ്പനീൻ്റെ ഡയറക്ടർ ആവാൻ വേണ്ട യോഗ്യതാ ഓഹരികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആസ് പെർ കമ്പനീസ് ആക്ട് 1956, the nominal value of the qualification shares as fixed by articles must not exceed ₹5,000. ഓക്കെ, ഈ 1956 കമ്പനീസ് ആക്ട് പറയുന്നത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു ഡയറക്ടർ, കമ്പനിയുടെ ഡയറക്ടർ ആവാൻ വേണ്ട മിനിമം യോഗ്യത ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5000 രൂപയുടെ ഷെയറാണ്. ഓക്കെ, വേർ ദ നോമിനൽ വാല്യൂ ഓഫ് ഈച്ച് ഷെയർ എക്സീഡ് ₹5,000. ഇനി ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ 5000-ൽ കൂടുതലാണെങ്കിൽ ദെൻ എ നമ്പർ ഓഫ് ക്വാളിഫിക്കേഷൻ ഷെയർ മസ്റ്റ് നോട്ട് എക്സീഡ് 1. അപ്പോൾ ഒരു ഷെയർ എടുത്താൽ മതിയാവും. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഷെയറിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് 1956 വകുപ്പിൽ പറയുന്നത് എന്താണ് ക്വാളിഫിക്കേഷൻ ഷെയറിന്? 5000 രൂപ വില വരുന്ന ഷെയർ എടുക്കുക എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഷെയർ 5000 രൂപയിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ തന്നെ കൂടുതലാണെങ്കിൽ ഒരു ഷെയറാണ് കമ്പനീൻ്റെ ഡയറക്ടർ ആവാൻ വേണ്ടി ക്വാളിഫിക്കേഷൻ ഷെയർ ഡയറക്ടർ എടുക്കേണ്ടത്, ഡയറക്ടർ ആകാൻ പോകുന്ന ആൾ എടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് എ ഡയറക്ടർ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും കമ്പനീൻ്റെ ഡയറക്ടർ ആവാൻ പറ്റുമോ, ഷെയർ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഏതൊക്കെ അയോഗ്യതകളാണ് ഒരാളെ ഡയറക്ടർ എന്ന പദവിയിൽ നിന്ന് അദ്ദേഹത്തെ ഡയറക്ടർ പദവിയിലേക്ക് എത്തിക്കാൻ കാരണമല്ലാത്ത കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്, താഴെ പറയുന്ന റീസണുകൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ അർഹതയില്ല എന്നുള്ളതാണ്. ഒന്നാമത്തത്, ഹി ഈസ് എ അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആർ ഡിക്ലെയർഡ് ബൈ എ കോമ്പിറ്റൻ്റ് കോർട്ട്. ഒന്നാമത്തത് നമുക്കറിയാവുന്ന പോലെ അൺസൗണ്ട് മൈൻഡായ വ്യക്തികൾക്ക് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പറ്റില്ല, അത് ഡിസ്ക്വാളിഫിക്കേഷനാണ്. രണ്ടാമത്തെ, ഹീസ് അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. രണ്ടാമത്തത് ഇൻസോൾവെൻ്റ്, അയാൾക്ക് ഇൻസോൾവെൻ്റ് ആയിട്ട് അതുവരെ അൺഡിസ്ചാർജ് ചെയ്തിട്ടില്ല, അദ്ദേഹം ഇൻസോൾവെൻ്റ് സ്റ്റാറ്റസിലാണ്. അത്തരം ആളുകൾക്കും കമ്പനീൻ്റെ ഡയറക്ടർ ആവാൻ അർഹതയില്ല, അതും ഒരു റീസണാണ്, ഡിസ്ക്വാളിഫിക്കേഷൻ്റെ റീസണാണ്. മൂന്നാമത്തത്, ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെൻറ്റ് ആൻഡ് ഹിസ് അപ്ലിക്കേഷൻ ഈസ് പെൻഡിങ്. ഒരു വ്യക്തി ഇൻസോൾവെൻ്റ് സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അപ്ലിക്കേഷൻ പെൻഡിങ് ആണ്, കോടതിയിൽ പെൻഡിങ് ആണ്, ഇതുവരെ വിധി വന്നിട്ടില്ല. അത്തരം ആളുകൾക്കും കമ്പനിയുടെ ഡയറക്ടർ പദവിയിൽ ഡിസ്ക്വാളിഫിക്കേഷനാണ്. നാലാമത്തത്, ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസ്ഡ് ടു ഇംപ്രിസ്മെൻറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months ആൻഡ് 5 years ഫ്രം എക്സ്പയറി ഓഫ് സെൻറ്റൻസ് ഹാവ് നോട്ട് ഗോട്ട് ഓവർ. നാലാമത്തെ റീസൺ, ഒരു വ്യക്തി അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഒഫൻസിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജയിൽവാസം 6 മാസത്തിൽ കുറയാത്ത ജയിൽവാസം ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്. ആ കാലാവധി കഴിഞ്ഞിട്ട് 5 വർഷം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെട്ട് 6 മാസത്തിൽ കുറയാത്ത തടവ് ശിക്ഷ വിധിച്ചു. ആ വിധി വന്നതിന് ശേഷം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചാലും 5 വർഷം കഴിയാതെ അദ്ദേഹത്തിന് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ ഉള്ള അർഹതയില്ല. ഓക്കെ, ആറാമത്തത്, ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് 7 years ഓർ മോർ.
ഇനി ഏതെങ്കിലും ഒരു വ്യക്തി 7 വർഷത്തിലോ അതിൽ കൂടുതലോ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇംപ്രിസ്മെൻറ്റ്, ജയിൽവാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ പിടിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അദ്ദേഹത്തിനും കമ്പനിയുടെ ഡയറക്ടർ ആവാൻ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. 7th point, an order disqualifying him for appointment as a director has been passed by court or tribunal and order in a force. അടുത്തത് ഡിസ്ക്വാളിഫിക്കേഷൻ്റെ റീസണ് ഏതെങ്കിലും ഒരു കോടതി ഒരു വ്യക്തിയെ കമ്പനിയുടെ ഡയറക്ടർ ആവുന്നതിന് ഡിസ്ക്വാളിഫിക്കേഷൻ വിധി വന്നിട്ടുണ്ട്. അത്തരം വിധി വന്ന ഒരാൾ ആ വിധി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കും ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ എന്നുള്ള കാരണമാണ്. ഓക്കെ, ദ നെക്സ്റ്റ്, he has not paid any calls in respect of any shares of the company held by him and 6 months have elapsed from the last day fixed for the payment of a call. ഒരു കമ്പനിയുടെ ഷെയർ കോൾ മണി ഏതെങ്കിലും അടക്കാൻ വീഴ്ച വന്നു, ഡ്യൂ ആയിട്ടും അടക്കാൻ വീഴ്ച വന്നു, അത്തരം ആളുകൾ അത് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും കഴിയുന്നത് വരെ അദ്ദേഹം പണം അടച്ചിട്ടില്ലെങ്കിൽ അതും ഒരു റീസണാണ് ഡിസ്ക്വാളിഫിക്കേഷൻ. ഒന്നുകൂടി പറയാം, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ എടുത്തിട്ട് ആ ഷെയറിൻ്റെ കോൾ മണി അടക്കുന്നതിൽ വീഴ്ച വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഡേറ്റ് 6 months ഹാവ് എലാപ്സ്ഡ് ഫ്രം ദി ലാസ്റ്റ് ഡേ ഫിക്സഡ് ഫോർ ദി പേയ്മെൻറ്റ്, അത് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടും 6 മാസം എലാപ്സ് ചെയ്തിട്ടും അദ്ദേഹം പണം അടച്ചിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിയും ഡിസ്ക്വാളിഫിക്കേഷനാണ് ഡയറക്ടർ ബോർഡിൽ നിന്ന്. അടുത്തത് കുറച്ച് റീസൺ കൂടിയുണ്ട്, നോക്കാം. ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് ഡീലിംഗ് വിത്ത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അണ്ടർ സെക്ഷൻ 188 അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ലാസ്റ്റ് പ്രൊസീഡിംഗ് 5 years. ഒരു വ്യക്തിക്ക് കമ്പനിയുടെ ഡയറക്ടർ പദവിയിൽ നിന്ന് ഡിസ്ക്വാളിഫിക്കേഷൻ ആവാനുള്ള കാരണം അടുത്ത റീസൺ പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിയോ ഏതെങ്കിലും രൂപത്തിൽപ്പെടുത്തിയാൽ അതും ഒരു റീസണാണ് എന്നുള്ളതാണ്. അടുത്തത്, ഹി ഹാസ് നോട്ട് ഒബ്റ്റെയിൻ ഡിൻ മീൻസ് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഏത് ഒരു ഡയറക്ടർ ആവണമെങ്കിൽ നിർബന്ധമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഈ നമ്പർ ഒബ്റ്റെയിൻ ചെയ്യാത്ത ഒരാൾക്കും കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതും ഒരു റീസണാണ്. അടുത്തത്, എ പേഴ്സൺ ഹു ഈസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി which has not filed financial statement or annual return for 5 continuous years till expiry of 5 years from date of default. അടുത്തത്, ഒരു വ്യക്തി ഒരു കമ്പനിയുടെ ഡയറക്ടറായിരുന്നു, അദ്ദേഹം തുടർച്ചയായി 5 വർഷങ്ങളിലും കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ ആനുവൽ റിട്ടേണോ സബ്മിറ്റ് ചെയ്യാൻ വീഴ്ച വന്നു കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾക്കും പിന്നീട് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ അർഹതയില്ല എന്നുള്ളതാണ്. അടുത്തത്, എ പേഴ്സൺ ഹൂ ഈസ് ഡയറക്ടർ ഓഫ് എ കമ്പനി വിച്ച് ഹാസ് പെയ്ഡ് ടു റീപേ ഡെപ്പോസിറ്റ്, ഡിബഞ്ചർ ഓർ ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ഫോർ എ പീരീഡ് ഓഫ് 1 year ടിൽ എക്സ്പയറി ഓഫ് 5 years ഫ്രം ഡേറ്റ് ഓഫ് ഡിഫാൾട്ട്. അടുത്തത്, ഒരു കമ്പനിയുടെ ഡയറക്ടറായിരുന്നു, അദ്ദേഹം കമ്പനിയുടെ ഡെപ്പോസിറ്റുകൾ തിരിച്ചു കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ ഇത്തരം ഡിബഞ്ചറോ അല്ലെങ്കിൽ കമ്പനിയുടെ ലാഭവിഹിതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലോ 1 വർഷത്തോളം വീഴ്ച വന്നു കമ്പനീന്. ആ വീഴ്ച വന്നു കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടില്ല, അത്തരം വ്യക്തികളെയും ഡയറക്ടറായ പദവിയിൽ ഡിസ്ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ്. ലാസ്റ്റ് പോയിന്റ്, പ്രൈവറ്റ് കമ്പനീസ് ക്യാൻ പ്രൊവൈഡ് ഫോർ അഡീഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഇൻ ദിയർ ആർട്ടിക്കിൾ. ഈ പറയുന്ന ഇത്രയും റീസൺ അല്ലാതെ ഒരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ അവർക്ക് അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കൂടുതലായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഇതാണ് ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും ഡയറക്ടർ. ഓക്കെ, അടുത്തത്, പൊസിഷൻ ഓഫ് എ ഡയറക്ടർ അല്ലെങ്കിൽ റോൾ ഓഫ് ഡയറക്ടർ. ഒരു ഡയറക്ടറുടെ റോള് അല്ലെങ്കിൽ പൊസിഷൻ, അവരുടെ സ്റ്റാറ്റസ് ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെയാണ്? അവർ വ്യത്യസ്ത വ്യൂ പോയിന്റിൽ വ്യത്യസ്ത പദവികൾ അലങ്കരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 പദവികളാണുള്ളത് അല്ലെങ്കിൽ 5 സ്റ്റാറ്റസ് ആണുള്ളത്. ഒന്ന്, ഡയറക്ടർ ആസ് എ ഏജൻറ്റ്. നമുക്കറിയാം, ഏജൻറ്റ് എന്ന് പറയുന്നത് 2 പേരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. ഇവിടെ ആരൊക്കെയാണ് ഡയറക്ടേഴ്സ് ലിങ്ക് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിനെയും കമ്പനിയും ലിങ്ക് ചെയ്യുന്ന ഒരു കണ്ണിയാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ, ഡയറക്ടർ ആസ് എ എംപ്ലോയി. ഡയറക്ടർ ഏതെങ്കിലും തരത്തിൽ ഒരു കമ്പനിയുടെ ഹോൾ ടൈം ഡയറക്ടർ ആവുകയാണെങ്കിൽ ഹോൾ ടൈം അദ്ദേഹം ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അവിടെ ഡയറക്ടർ ആസ് എ എംപ്ലോയി എന്നുള്ള സ്റ്റാറ്റസാണ്. ഓക്കെ, ഡയറക്ടർ ആസ് എ ഓഫീസർ. ദെൻ ചില സമയങ്ങളിൽ ഡയറക്ടർ ഒരു കമ്പനിയുടെ ഓഫീസറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ,
അതുമായിട്ട് വേണം. അതേപോലെ തന്നെ ഡയറക്ടർ ആസ് എ ട്രസ്റ്റി മീൻസ് നമുക്കറിയാം കമ്പനി മറ്റുള്ള ആളുകളുടെ ഒരുപാട് മണി അതുപോലെ തന്നെ പ്രോപ്പർട്ടിയൊക്കെ ഏൽപ്പിക്കപ്പെട്ട അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ഇവരുടെ അസറ്റും കാര്യങ്ങളൊക്കെ വിനിയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ട്രസ്റ്റ് വർത്തിൻ അസറ്റ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡയറക്ടേഴ്സ് ആസ് എ ട്രസ്റ്റി എന്ന് പറയും. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ആസ് എ കീ മാനേജീരിയൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പേരുകളിൽ ഈ പറയപ്പെടുന്ന ഡയറക്ടേഴ്സിൻ്റെ പൊസിഷനുകളുണ്ട്. ഏതൊക്കെ പേരാവാം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ, മാനേജർ, കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അല്ലെങ്കിൽ സച്ച് അതർ ഓഫീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഈ രൂപത്തിലൊക്കെ ഡയറക്ടേഴ്സിൻ്റെ പൊസിഷൻസ്, റോള് ഒരു സ്ഥാപനത്തിലുണ്ട്. ഓക്കെ, അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ യൂണിവേഴ്സിറ്റി എസ് എ ക്വസ്റ്റ്യൻ 15 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നൊരു പാർട്ടാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ. പല വർഷങ്ങളിലും മാറി മാറി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കമ്പനീസ് ആക്ട് 152 സെക്ഷനാണ് ഡീൽ ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ജനറൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില ജനറൽ പ്രൊവിഷൻസ്, പൊതുവായുള്ള കുറച്ച് നിബന്ധനകൾ നോക്കാം. ഒന്നാമത്തത്, എക്സെപ്റ്റ് ആസ് പ്രൊവൈഡഡ് ഇൻ ആക്ട് എവരി ഡയറക്ടർ ഷാൾ അപ്പോയിൻറ്റഡ് ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. ആക്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സെപ്ഷണൽ കേസ് ഒഴികെ ബാക്കി എല്ലാ ഡയറക്ടേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ്. രണ്ടാമത്തത്, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഈസ് കമ്പൽസറി ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ ഓഫ് എ കമ്പനി. ഡിൻ നമ്പർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഡിന്നിനെ കുറിച്ച് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ പ്രതിപാദിക്കാം. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എടുക്കുന്ന നിർബന്ധമായിട്ടും ഒരു ഡയറക്ടർ ആവണമെങ്കിൽ അദ്ദേഹം ഈ നമ്പർ ഒബ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത്തത്, എവരി പേഴ്സൺ പ്രപ്പോസ്ഡ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ഷാൾ ഫർണിഷ് ഹിസ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആൻഡ് എ ഡിക്ലറേഷൻ ദാറ്റ് ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ടു ബിക്കം എ ഡയറക്ടർ അണ്ടർ ദി ആക്ട്. ആരെങ്കിലും കമ്പനി ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അദ്ദേഹം ഒരു സത്യവാങ്മൂലം സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഡിക്ലറേഷൻ ഉണ്ടാവുന്നത് ഇദ്ദേഹം കമ്പനീസ് ആക്ട് പ്രകാരം ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ള ആളല്ല എന്നും അദ്ദേഹത്തിൻ്റെ ഡിൻ നമ്പറും സബ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ് മൂന്നാമത്തെ ജനറൽ പ്രൊവിഷൻ. ഓക്കെ, നാലാമത്തത്, എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ഷാൾ ഓൺ ബിഫോർ ദി അപ്പോയിൻറ്റിംഗ് ഗിവ് ഹിസ് കൺസെൻറ്റ് ടു hold the office director is called from DR to consent to act as a director of the company. നാലാമത്, ഒരു വ്യക്തിയെ കമ്പനി ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് മുമ്പേ അദ്ദേഹത്തോട് DR2 എന്നൊരു ഫോർമാറ്റിലുള്ള ഫോം, ആ ഫോമിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം, ഡയറക്ടറായിട്ട് ഞാൻ ഈ കമ്പനിയിൽ തുടരാം എന്നുള്ളൊരു സമ്മതപത്രം അദ്ദേഹം നിന്ന് വാങ്ങേണ്ടത് ഒരു ജനറൽ പ്രൊവിഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അഞ്ചാമത്തത്, ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി മേ പ്രൊവൈഡ് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദി റിട്ടയർമെൻറ്റ് ഓഫ് ഓൾ ഡയറക്ടേഴ്സ്. കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഈ ഡയറക്ടേഴ്സിൻ്റെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കണം. ഓക്കെ, അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഇത്തരം ജനറൽ പ്രൊവിഷൻസുകളാണുള്ളത്. ഓക്കെ, അടുത്തത്, ഡയറക്ടേഴ്സ് മേ അപ്പോയിൻറ്റഡ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് വേസ്. നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. താഴെ പറയുന്ന രൂപത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഡയറക്ടേഴ്സിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം, രണ്ട് തരത്തിലാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഒന്ന്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സും അപ്പോയിൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അപ്പോയിൻറ്റ് ഓഫ് സബ്സിക്വൻറ്റ് ഡയറക്ടേഴ്സും. അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടറും അപ്പോയിൻമെൻറ്റ് ഓഫ് സബ്സിക്വൻറ്റ് ഡയറക്ടറും. ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി അല്ലെങ്കിൽ ബൈ ദി സബ്സ്ക്രൈബേഴ്സ് ഓഫ് മെമ്മറാണ്ടം. സബ്സിക്വൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന മറ്റ് ഈ ഫസ്റ്റ് ഡയറക്ടർ ഒഴികെ ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെ കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിലാവാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബൈ തേർഡ് പാർട്ടി, ബൈ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ബൈ ദി ട്രൈബ്യൂണൽ. ഇത്തരം വേകളൊക്കെയാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഡയറക്ടർ. The first director of most of companies are named in their articles. If they are not so named in the articles of company, when subscribers to the memorandum who is or individual shall deemed to be first director of a company until the directors are duly appointed. ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടറെ കുറിച്ച് അധിക കമ്പനികളും അവരുടെ ആർട്ടിക്കിൾസിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവും. അതിന് അങ്ങനെ പ്രതിപാദിച്ചിട്ടില്ല, അത്തരം ഒരു പേരുകൾ ഫസ്റ്റ് ഡയറക്ടറുടെ പേര് പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ കമ്പനി മെമ്മറാണ്ടം സബ്സ്ക്രൈബ് ചെയ്ത ആരാണോ ആ വ്യക്തികളെ
ഫസ്റ്റ് ഡയറക്ടറായിട്ട് കണക്കാക്കുന്നു. ഏതുവരെ? അണ്ടിൽ ദ ഡയറക്ടേഴ്സ് ഡ്യൂലി അപ്പോയിൻറ്റ്. ഈ ഫസ്റ്റ് ഡയറക്ടറായി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നവരെ മെമ്മറാണ്ടം സബ്സ്ക്രൈബേഴ്സിനെ ഫസ്റ്റ് ഡയറക്ടറായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത്തത് അപ്പോയിൻമെൻറ്റ് ഡയറക്ടേഴ്സ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഈ ഫസ്റ്റ് ഡയറക്ടർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സബ്സിക്വൻറ്റ് ഡയറക്ടേഴ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആനുവൽ ജനറൽ ബോർഡ് മീറ്റിങ്ങിൽ, കമ്പനിയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് നമ്മൾ ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ മീറ്റിങ്ങിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ 7 ദിവസത്തിന് മുമ്പായിട്ടെങ്ങാനും ഏത് ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇൻഫോം ചെയ്യണം. ഒന്ന് ബാലറ്റ് പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇമെയിൽ വഴിയോ അവരെ വിവരം അറിയിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദി ബോർഡ് ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. അഡീഷണൽ ഡയറക്ടർ. ആരാണ് അഡീഷണൽ ഡയറക്ടർ? The board of directors can appoint an additional director if such powers is conferred on them by the articles of association. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അങ്ങനെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അങ്ങനെ ഒരു വകുപ്പ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. സച്ച് അഡീഷണൽ ഡയറക്ടേഴ്സ് ഹോൾഡ് ഓഫീസ് ഓൺലി അപ് ടു ദ ഡേറ്റ് ഓഫ് നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓർ ദ ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ആനുവൽ ജനറൽ മീറ്റിംഗ് ഷുഡ് ഹാവ് ബീൻ ഹെൽഡ്. ഇങ്ങനെ അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അവരുടെ കാലാവധി എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരെയോ അല്ലെങ്കിൽ ആ മീറ്റിംഗ് തുടങ്ങുന്ന ആദ്യ ദിവസം ഏതാണോ ആദ്യം വരുന്നത്, മീറ്റിംഗ് എന്നായിരുന്നു തുടങ്ങുന്നത്. ചിലപ്പോൾ വിചാരിച്ച ദിവസം നടന്നില്ലെങ്കിലും മീറ്റിങ്ങിന് ഒരു ദിവസം ആദ്യം നിശ്ചയിച്ചിട്ടുണ്ടാകും. അതോ ഏതാണോ ആദ്യം വരുന്ന അത് വരുള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ എക്സ്പയറി കഴിയും എന്നുള്ളതാണ്. A person who failed to get appointed as a director in a general meeting cannot be appointed as an additional director. ഒരു വ്യക്തി നേരത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഡയറക്ടറായിട്ട് അദ്ദേഹം മത്സരിച്ച് അയാൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ അത്തരം ഒരാളുകളെ അഡീഷണൽ ഡയറക്ടറായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നിയമിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് ആൾട്ടർനേറ്റ് ഡയറക്ടർ. ആരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിയമിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആളുകളാണ് ആൾട്ടർനേറ്റ് ഡയറക്ടർ. സെക്ഷൻ 161 ക്ലോസ് 2 ഓഫ് ദി ആക്ട് അലൗഡ് ദി ഫോളോവിങ്. കമ്പനീസ് ആക്ടിലെ 161 ക്ലോസ് 2 വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നോക്കാം. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി മസ്റ്റ് ഓതറൈസ് ബൈ ദിസ് ആർട്ടിക്കിൾസ് ഓർ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ആൾട്ടർനേറ്റ് ഡയറക്ടർ. ആൾട്ടർനേറ്റ് ഡയറക്ടറെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും കമ്പനി മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് ആർട്ടിക്കിൾസിൽ പ്രതിപാദിക്കുകയോ ചെയ്യണം. അതിന് അധികാരപ്പെടുത്തിയിരിക്കുകയോ ചെയ്താൽ മാത്രമേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആൾട്ടർനേറ്റ് ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, ദ പേഴ്സൺ ഇൻ ഹൂസ് പ്ലേസ് ഇൻ ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ ഈസ് ബീയിങ് അപ്പോയിൻറ്റഡ് ഷുഡ് ബി ആബ്സെൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 3 months ഫ്രം ഇന്ത്യ. ഓൾട്ടർനേറ്റീവ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നിലവിലുള്ള ഒരു ഡയറക്ടേഴ്സിൻ്റെ ആബ്സെൻറ്റ് 3 മാസത്തിൽ കൂടുതലായി ഇന്ത്യയിൽ അദ്ദേഹം ഇല്ല എങ്കിൽ മാത്രം ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന ഓൾട്ടർനേറ്റീവ് ഡയറക്ടറെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാനുള്ള അധികാരമുള്ളത്. The person to be appointed as alternate director shall be a person other than the person holding any alternate directorship for any other director is in the company. മറ്റൊരു കമ്പനിയുടെയും ഓൾട്ടർനേറ്റ് ഡയറക്ടർ അല്ലാത്ത ഒരാളാവണം ഒരു കമ്പനിയുടെ ഓൾട്ടർനേറ്റ് ഡയറക്ടറായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിയമിക്കേണ്ടത്. ഓക്കെ. നാലാമത്തത്, ഇഫ് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു അപ്പോയിൻറ്റ് ആൻ ഓൾട്ടർനേറ്റ് ഡയറക്ടർ ടു ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, ഇറ്റ് മസ്റ്റ് ബി എൻഷുർഡ് ദാറ്റ് ദ പ്രപ്പോസ്ഡ് അപ്പോയിൻറ്റി ആൾസോ സാറ്റിസ്ഫൈ ദ ക്രൈറ്റീരിയ ഫോർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഈ ഓൾട്ടർനേറ്റ് ഡയറക്ടറെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പ്രപ്പോസ് ചെയ്യാം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് പ്രപ്പോസ് ചെയ്യാം. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്കുള്ള അവരുടെ കുറച്ച് പ്രൊവിഷൻസുകളുണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ ഇദ്ദേഹം റെഡിയാണെങ്കിൽ അദ്ദേഹത്തെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വേണമെങ്കിൽ ആക്കാം. ഓക്കെ. ഇതാണ് ഓൾട്ടർനേറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് 3 months മോർ ആയിട്ട് വരുന്ന ആബ്സെൻസിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുകളെയാണ് ഡയറക്ടേഴ്സിനെയാണ് ഓൾട്ടർനേറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ.
അടുത്ത അഞ്ചാമത്തെ ചില റീസൺസ് കൂടി പറയാം. ആൻ ഓൾട്ടർനേറ്റ് ഡയറക്ടർ ഷാൾ നോട്ട് ഹോൾഡ് ഓഫീസ് ഫോർ എ പീരീഡ് ലോങ്ങർ ദാൻ ദ പെർമിസിബിൾ ടു ദ ഡയറക്ടർ ഹൂസ് പ്ലേസ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആൻഡ് ഷാൾ വെക്കേറ്റ് ഓഫീസ് when the director in whose place has been appointed return to India. An alternate director shall not hold office for a period longer than the permissible director in whose place has been appointed and shall vacate the office if when the director in whose place has been appointed return to India. ഈ ഓൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുടെ കാലാവധി എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയ നേരത്തെ ഉണ്ടായിരുന്ന ഒരാളുണ്ട് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ കാലാവധി എത്രയാണോ അത്രയും കാലാവധിയാണ് ഈ പറയപ്പെടുന്ന ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ. ഇനി അതല്ല, നേരത്തെ ആബ്സെൻ്റ് ആയ ആൾ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നാൽ അതോടുകൂടി ഓൾട്ടർനേറ്റ് ഡയറക്ടറുടെ കാലാവധി അവിടെ കഴിയുമെന്നുള്ളതാണ്. If term of office original director is determined before his return to India, any provision for automatic reappointment of retiring directors in default of another appointment shall apply to the original and not alternate director. If the term of office of the original director is determined before return to India, any provision for the automatic reappointment for returning directors in default another appointment shall apply to the original and not the alternate director. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയപ്പെടുന്ന ആബ്സെൻ്റ് ഡയറക്ടർ ഇന്ത്യയിൽ എന്നാണ് വരുന്നത്, അതോടുകൂടി ഇദ്ദേഹം ജോയിൻ ചെയ്യുന്ന സമയത്ത് റീഅപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൾട്ടർനേറ്റീവ് ഡയറക്ടറുടെ കാലാവധി കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ ഇൻ കാഷ്വൽ വേക്കൻസി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാവുന്ന ഡയറക്ടേഴ്സ്. മൂന്നാമത്തത് കാഷ്വൽ വേക്കൻസി. If any vacancy is caused by death or resignation of a director appointed by the shareholders in general meeting before expiry of his term, the board of directors can appoint director to fill such vacancy. ഒരു കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർ അത് അവരുടെ മരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലാവധി എത്തുന്നതിന് മുമ്പ് റിസൈൻ ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേക്കൻസി. ഈ വേക്കൻസി അവരുടെ കാലാവധി എത്തുന്നതിന് മുമ്പെയാണ് ഇത് രണ്ടും സംഭവിക്കുന്നത്, നമുക്ക് മരണമോ അല്ലെങ്കിൽ അവരുടെ റിസൈനോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഈ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി ഡയറക്ടേഴ്സിനെ നിയമിക്കാം. ഇത്തരത്തിലുള്ള നിയമിക്കുന്നതിനെയാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ കാഷ്വൽ വേക്കൻസി എന്നറിയപ്പെടുന്നത്. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഷാൾ ഹോൾഡ് ഓഫീസ് ഓൺലി അപ് ടു ദ ടേം ഓഫ് ദി ഡയറക്ടേഴ്സ് ഹൂസ് പ്ലേസ് ഇൻ അപ്പോയിൻറ്റഡ്. ഇങ്ങനെ കാഷ്വൽ വേക്കൻസിയിൽ നമ്മൾ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുടെ കാലാവധി എന്ന് പറയുന്നത് ഏത് വേക്കൻസിയാണോ ഫില്ല് ചെയ്യുന്നത് അവിടെ മുമ്പ് ഉണ്ടായിരുന്ന ആളുടെ കാലാവധി എത്രയാണോ ആ കാലാവധി വരെയാണ് ഇപ്പോൾ പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത കാഷ്വൽ വേക്കൻസിയുടെ ഡയറക്ടേഴ്സിൻ്റെയും കാലാവധി എന്നുള്ളത്. ഓക്കെ, അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ തേർഡ് പാർട്ടീസ്. നോമിനി ഡയറക്ടർ. ആരാണ് നോമിനി ഡയറക്ടർ? ദ ന്യൂ subsection now provide for appointment of a nominee director. It states that subject to the articles of the company, board may appoint any person as a director nominated by any institution in persons of the provision of the law, time being in force of any agreement or by the central government or state government by virtue of shareholding in a government company. നോമിനേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അവരുടെ ഷെയറുകൾ ഒരു കമ്പനി ഷെയർ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവർ കമ്പനി നിയമം ആ സമയാസമയങ്ങളിലുള്ള നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു പ്രതിനിധിയെ കമ്പനിയുടെ ഡയറക്ടേഴ്സിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു പുതിയൊരു സബ്സെക്ഷനാണ്. ഇത്തരത്തിലുള്ള ഡയറക്ടേഴ്സിനെയാണ് എന്ത് പറയുന്നത്? നോമിനി ഡയറക്ടർ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത്. ഓക്കെ, നാലാമത്തെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. The articles of a company may provide for appointment not less than 2/3 of the total number of the directors of a company in accordance with the principles of proportional representation, whether by single transferable vote or by a system of cumulative voting or otherwise, and such appointment may be made once in every 3 years, and a casual vacancy of such director shall be filled provided in subsection 4 of section 161. ഇവിടെ പറയുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. നമുക്കറിയാം ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന കമ്പനി മീറ്റിങ്ങിലെ സിമ്പിൾ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ടാണ്. സിമ്പിൾ മെജോറിറ്റി മതി, 51%. ബാക്കിയുള്ള മൈനോറിറ്റി റെപ്രസെൻറ്റേഷനെയാണെന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഇവരുടെ പ്രതിനിധികൾ ആയിട്ട് വരുന്ന ആളുകളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്പോയിൻമെൻറ്റിനെയാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ 2/3 ടോട്ടൽ ഡയറക്ടേഴ്സും
ഈ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരമാണ് കമ്പനി ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്തരം ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് 3 വർഷത്തിൽ ഒരു പ്രാവശ്യം എങ്ങാനും ഇത്തരത്തിലുള്ള അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ നടക്കണമെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട കാഷ്വൽ വേക്കൻസികൾ ഫില്ലപ്പ് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട സബ്സെക്ഷൻ 4 161 സബ്സെക്ഷൻ 4 പ്രകാരമാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്ത 5ാമത്തെ അപ്പോയിൻമെൻറ്റ് ബൈ ട്രൈബ്യൂണൽ കോടതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പബ്ലിക് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കോടതികളെ സമീപിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ഒരു പെറ്റീഷൻ കൊടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും മറ്റ് ഫർദർ പ്രൊസീഡിങ്ങിന് വേണ്ടിയിട്ടും ഈ ട്രൈബ്യൂണൽ ഡയറക്ടേഴ്സിനെ കമ്പനികൾ നിയമിക്കാറുണ്ട്. ഇത്തരം 5 മെത്തേഡുകളിലൂടെയാണ് ഒരു കമ്പനീൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സസ് ഓഫ് ഡയറക്ടേഴ്സ്. പൊതുവെ 3 തരത്തിലുള്ള ഡയറക്ടേഴ്സ് ആണുള്ളത്. റെസിഡൻറ്റ് ഡയറക്ടർ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, വുമൺ ഡയറക്ടർ. റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു വർഷത്തിൽ 182 ദിവസം എങ്ങാനും ഇന്ത്യയിൽ താമസമുള്ള ഡയറക്ടേഴ്സിനാണ് റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന സ്വതന്ത്ര ഡയറക്ടേഴ്സാണ്. വുമൺ ഡയറക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് സെർട്ടൻ അതർ പബ്ലിക് കമ്പനീസ് ഷാൾ റിക്വയർ ടു അപ്പോയിൻറ്റ് അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ ഓൺ ഹിസ് ബോർഡ്. നിർബന്ധമായിട്ടും കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു വുമൺ ഡയറക്ടർ നിർബന്ധമായിട്ടുണ്ടാവണം എന്നുള്ളതാണ് പുതിയ നിയമം. കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013 ഷാൾ റിക്വയർഡ് ടു കംപ്ലൈ വിത്ത് ദിസ് പ്രൊവിഷൻ വിത്തിൻ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. 2013 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനികൾ അവരുടെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു വുമൺ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ്. In case of company incorporated under Companies Act 1956, company are required to comply with the provision within a period of 1 year from the commencement of incorporation. 1956 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനിയാണെങ്കിൽ അവർക്ക് ഒരു വർഷം വരെ കാലാവധിയുണ്ട്. ആ വർഷത്തിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 1 വുമൺ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ്. 1. He has to act a good faith in order to promote the object of the company for the benefit of the members as a whole. ഡയറക്ടേഴ്സ് ഉത്തമ വിശ്വാസത്തിൽ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കമ്പനി മൊത്തത്തിൽ അതിൻ്റെ സർവമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരാളാണ്. രണ്ടാമത്തെ, ഹി ഹാസ് ടു ആക്ട് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി, its employees, shareholders, community and for the protection of the environment. രണ്ടാമത്തേത്, കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എംപ്ലോയീസ് ഉണ്ടാവും, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതിലുപരി പ്രൊട്ടക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റ്, ഇത്തരം ആളുകളുടെയൊക്കെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഡയറക്ടേഴ്സ് പ്രവർത്തിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ കടമ. മൂന്നാമത്തെ, ഹി ഹാസ് ടു ക്യാരി ഓൺ ഹിസ് ഡ്യൂട്ടി വിത്ത് ഡ്യൂ ആൻഡ് റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് ഡിലിഗൻസ് ആൻഡ് എക്സസൈസ് ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഡ്യൂട്ടി, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായ ശ്രദ്ധയും കഴിവും അതുപോലെ തന്നെ ജാഗ്രതയും ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ്, സ്വന്തമായ തീരുമാനങ്ങളും നടപ്പിലാക്കി വളരെ റീസണബിൾ കെയറോട് കൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഉത്തരവാദിത്തം. നാലാമത്തെ, ഹി ഷാൾ നോട്ട് ഇൻവോൾവ് ഇൻ എ സിറ്റുവേഷൻ ഇൻ വിച്ച് he may have direct or indirect interest that conflict or likely to conflict with the interest of the company. നാലാമത്തെ അദ്ദേഹത്തിൻ്റെ കടമ എന്ന് പറയുന്നത്, ഈ ഡയറക്ടറായിട്ടുള്ള ആൾ ഒരു സിറ്റുവേഷനിലും അദ്ദേഹം ഏർപ്പെടാൻ പാടില്ല. ഏത് തരം സിറ്റുവേഷനിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഡയറക്ടേഴ്സ് ഇൻവോൾവ് ആവരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ കടമ. അഞ്ചാമത്തെ, ഹി ഷാൾ നോട്ട് attempt or to achieve any undue gain or advantage either to himself or his relative partners or associate. സ്വന്തമായോ അല്ലെങ്കിൽ സ്വന്തക്കാർക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ദെൻ ആറാമത്തെ, ഹി ഷാൾ നോട്ട് അസൈൻ ഹിസ് ഓഫീസ് ടു എനി അതർ പേഴ്സൺ. ഹി ഷാൾ നോട്ട് അസൈൻ ഹിസ് ഓഫീസ് ടു എനി അതർ, മറ്റ് ഒരു വ്യക്തിക്കും ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ
ചുമതലപ്പെടുത്താൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഡ്യൂട്ടീസ് പറഞ്ഞു. അടുത്തതായി ലാബിലിറ്റീസ് ഓഫ് എ ഡയറക്ടർ. ഒരു കമ്പനിയുടെ ഡയറക്ടറായി കഴിഞ്ഞാൽ അവരുടെ ബാധ്യതകൾ എന്താണ്? 3 തരത്തിലുള്ള ബാധ്യതകളാണുള്ളത്. ലാബിലിറ്റി ടു ദ ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർഹോൾഡേഴ്സിനോടുള്ള കമ്പനീൻ്റെ ബാധ്യത. അടുത്ത ലാബിലിറ്റി ടു ദ കമ്പനിയോട് ഡയറക്ടേഴ്സിനുള്ള ബാധ്യത ഉണ്ട്. ക്രിമിനൽ ലാബിലിറ്റി എന്നുള്ള 3ാമത്തെ വകുപ്പുണ്ട്. നോക്കാം എന്തൊക്കെയാണുള്ളത്. ഒന്നാമത്തത് ലാബിലിറ്റി ടു ദ ഔട്ട്സൈഡേഴ്സിനോട് കമ്പനി ഈ ഡയറക്ടേഴ്സിനുള്ള ബാധ്യതകൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇഫ് ദ എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ് വിച്ച് ഈസ് അൾട്രാ വയസ് ഓഫ് ദി കമ്പനി. ഡയറക്ടേഴ്സായിട്ട് ചുമതലപ്പെടുത്തിയ ആൾ അൾട്രാ മീൻസ് ബിയോണ്ട്, വയസ് മീൻസ് ആക്ട്, ആൻ ആക്ട് ഡൂയിങ് ബിയോണ്ട് ദി പവേഴ്സ് ഓഫ് ദി മെമ്മറാണ്ടത്തിൽ പറയാത്ത ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ബാധ്യതക്ക് ഔട്ട്സൈഡേഴ്സിനോട് ഡയറക്ടേഴ്സ് ബാധ്യതപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തത് ഇഫ് ദേ ഫെയിൽ ടു സൈൻ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വിത്തൗട്ട് മെൻഷനിങ് ദ കമ്പനീസ് നെയിം. ഏതെങ്കിലും തരത്തിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റോ കോൺട്രാക്റ്റിലോ കമ്പനിയുടെ നെയിം ഇല്ലാതെ അവർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ബാധ്യതക്ക് ഔട്ട്സൈഡേഴ്സിനോട് ബാധ്യത ഉണ്ട്. മൂന്നാമത്തെ ഇഫ് ദേ ആക്ട് ദെയർ ഓൺ നെയിം, സ്വന്തം പേര് ഉപയോഗിച്ച് കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ബാധ്യതക്ക് ഔട്ട്സൈഡേഴ്സിനോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഇഫ് ദേ ഹാവ് മെയ്ഡ് എനി മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി പ്രോസ്പെക്ടസ്, വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പ്രോസ്പെക്ടസിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കുകയോ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ബാധ്യത ഉണ്ട്. ഇഫ് ദേ ആർ ഗിൽറ്റി ഓഫ് കമ്മിറ്റിംഗ് എ ഫ്രോഡ്, ഏതെങ്കിലും വഞ്ചനാപരമായിട്ടുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ. ഇഫ് ദേ ഹാവ് മെയ്ഡ് ഇറഗുലർ അലോട്ട്മെൻറ്റ് ഇൻ കോൺട്രാഡിക്ഷൻ. ഇറഗുലർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ മുമ്പേ വീഡിയോ കണ്ടവർക്കറിയാം എന്താണ് ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്നുള്ളത്. ഇറഗുലർ അലോട്ട്മെൻറ്റിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഏതൊക്കെ ഡയറക്ടേഴ്സാണ് അവർക്കും ഔട്ട്സൈഡേഴ്സിനോട് ലാബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ലാബിലിറ്റി ടു ദ കമ്പനിയോട് ഡയറക്ടേഴ്സിൻ്റെ ബാധ്യത എന്തൊക്കെയാണ്? ഇഫ് ദേ ആർ നെഗ്ലിജൻറ്റ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദെയർ ഡ്യൂട്ടീസ്, അവരുടെ നേരത്തെ ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടറിൽ നമ്മൾ പറഞ്ഞു അവർ കൃത്യമായ റീസണബിൾ കെയറും സ്കില്ലും ഡെലിഗൻസും ഒക്കെ വേണമെന്ന് പറഞ്ഞു, ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റൊക്കെ വേണം. അവർ കൃത്യമായ അത്തരം റാഷണൽ തിങ്കിങ്ങോ അല്ലെങ്കിൽ ഒരു റീസണബിൾ കെയറോ ഇല്ലാതെ ഡ്യൂട്ടിയിൽ അജ്ഞതയും അലംഭാവവും കാണിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ബാധ്യതക്ക് കമ്പനിയോട് ഈ ഡയറക്ടേഴ്സിന് ബാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇഫ് ദേ കമ്മിറ്റ് ആൻ ആക്ട് വിച്ച് അൾട്രാ വയസ് ദെയർ പവർ, ഡയറക്ടേഴ്സിന് കൃത്യമായ അധികാരങ്ങളും അവകാശങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ പവേഴ്സിൽ അധികമായിട്ട് അവരുടെ പവേഴ്സ് അല്ലാത്ത അധികാര പരിധിയിലല്ലാത്ത മറ്റ് പവർ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ബാധ്യത ഡയറക്ടേഴ്സിനുണ്ട്. ഇഫ് ദേ കമ്മിറ്റ് എനി ഇല്ലീഗൽ ആക്ട്, നിയമപരമല്ലാത്ത ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കമ്പനിയോട് ഡയറക്ടേഴ്സിന് ബാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇഫ് ദേ കമ്മിറ്റ് എനി ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അവർ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസവഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ ഡയറക്ടേഴ്സിന് കമ്പനിയോട് ബാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ക്രിമിനൽ ലാബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ക്രിമിനൽ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കോമ്പൻസേഷൻ മാത്രമല്ല ഉണ്ടാവുക, ഇംപ്രിസ്മെൻറ്റും കൂടി ഉണ്ടാവും, ജയിൽവാസം കൂടി ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കുറച്ച് റീസൺസുകൾ ക്രിമിനൽ ലാബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡയറക്ടേഴ്സിനെതിരെ നീങ്ങാവുന്ന ചില കേസുകൾ. ഒന്ന്, ഫോർ ഫ്രോഡുലൻ്റ്ലി ഒബ്റ്റെയിനിങ് ക്രെഡിറ്റ് ഫോർ ദി കമ്പനി, വഞ്ചനാപരമായ രൂപത്തിൽ ആളുകളെ വഞ്ചിപ്പിച്ച് കമ്പനിയിലേക്ക് പണം കമ്പനിയിലേക്ക് ക്രെഡിറ്റ് കൊണ്ടുവന്നാൽ. രണ്ടാമത്തെ ഫോർ ആക്ടിങ് ആസ് എ ഡയറക്ടർ ആഫ്റ്റർ റിമൂവൽ ബൈ ദി കോടതി ഇടപെട്ട് ഒരു ഡയറക്ടർ എന്ന പദവിയിൽ നിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും കമ്പനിയുടെ ഡയറക്ടറാണെന്ന് ആ പദവി അലങ്കരിക്കുന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ ഫോർ ഫെയിലിയർ ടു സപ്ലൈ ഇൻഫർമേഷൻ ടു ഓഡിറ്റർ ഓഫ് ദി കമ്പനീൻ്റെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ രേഖകൾ സപ്ലൈ ചെയ്യുന്നതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ. അടുത്തത് ഫോർ ഇംപ്രോപ്പർ ഇഷ്യൂ ഓഫ് ഷെയർസ്, കമ്പനീൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കുറേ മെത്തേഡുകൾ നമ്മൾ പറയുന്നു, അതിൻ്റെ കുറേ പ്രൊസീജിയറുകളുണ്ട്. ഈ പ്രൊസീജിയറിനൊക്കെ വിരുദ്ധമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തത് ഫോർ ഫെയിലിയർ ടു പ്രൊഡ്യൂസ് ദ ബാലൻസ് ഷീറ്റ് ബിഫോർ ആനുവൽ ജനറൽ മീറ്റിംഗ്, കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ കമ്പനിയുടെ ഒരു വർഷത്തെ അക്കൗണ്ടിൽ ലാസ്റ്റ് ക്ലോസിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്യാൻ വീഴ്ച വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ക്രിമിനൽ ലാബിലിറ്റിയിലേക്ക് പോകുന്ന ഡയറക്ടേഴ്സിന് കാരണമാവുന്ന റീസൺസുകളാണ്. ഓക്കെ, അടുത്തത് ഹൂ ഈസ് എ കീ മാനേജറിയൽ പേഴ്സൺ, കമ്പനിയുമായി ബന്ധപ്പെട്ട് കീ മാനേജറിയൽ പേഴ്സൺ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, മാനേജർ. അതേപോലെ തന്നെ കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടർ,
ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ സച്ച് അതർ ഓഫീസർ ആസ് മേ ബി പ്രിസ്ക്രൈബ്, ഇതുപോലെയുള്ള വ്യക്തികൾ, ഇവരെയാണ് സ്ഥാപനത്തിൻ്റെ കീ മാനേജറിയൽ പേഴ്സൺ എന്നതിൽ അറിയപ്പെടുന്നത്. അടുത്തത് എന്താണ് ഡീൻ? ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവണമെങ്കിൽ നിർബന്ധമായിട്ടും ആ വ്യക്തി ഡിൻ നമ്പർ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് അത് കിട്ടാൻ നോക്കാം. എവരി ഇൻഡിവിജ്വൽ ഹു ഈസ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ മേക്ക് ആൻ അപ്ലിക്കേഷൻ ഇലക്ട്രോണിക്കലി ഇൻഫോം DIR 3 application for allotment of director identification number to the central government for the allotment for a director identification number. ഒരു വ്യക്തി ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിന് DIR 3 എന്നൊരു ഫോർമാറ്റിലെ ഫോമിൽ ഡിൻ നമ്പറിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഡിൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് അപ്ലൈ ചെയ്യണം. The central government shall provide an electronic system to facilitate submission application allotment in through the portal on the website and Ministry Corporate Affairs. അങ്ങനെ ഇലക്ട്രോണിക് ആയിട്ടാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. ഒരു മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡിന്നിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ സെൻട്രൽ ഗവൺമെൻറ് ഡിൻ നമ്പർ ആ വ്യക്തിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ ക്വാളിഫിക്കേഷൻ ഉള്ളൂ. ഓക്കെ, ഒരുപാട് ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ആ ക്വാളിഫിക്കേഷനിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു കാരണം ഡിൻ നമ്പർ ഇല്ലെങ്കിലാണ്. അപ്പം ഏതൊരു ഡയറക്ടർ ആവണമെങ്കിലും നിർബന്ധമായിട്ടും ഡിൻ നമ്പറിന് അപ്ലൈ ചെയ്യും. ഡിൻ നമ്പർ ഉള്ള വ്യക്തിക്ക് മാത്രമേ കമ്പനീൻ്റെ ഡയറക്ടർ ആവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അടുത്ത റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്. എങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യുക സ്ഥാപനത്തിൽ നിന്നും? ഓക്കെ, ഡയറക്ടേഴ്സിനെ മൂന്ന് തരത്തിൽ മൂന്ന് വിഭാഗം ആളുകൾക്ക് റിമൂവ് ചെയ്യാം. ബൈ ഷെയർ ഹോൾഡേഴ്സ് വഴിയാവാം, ബൈ സെൻട്രൽ ഗവൺമെൻറ് ആവാം, ബൈ ദ കമ്പനി ലോ ബോർഡ് ആവാം. റിമൂവൽ ഓഫ് ദി ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ സ്പെഷ്യൽ നോട്ടീസ് ഓഫ് 14 days റിക്വയർഡ് ടു ഗിവൺ ടു ദ കമ്പനി ടു മൂവ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ ടു റിമൂവ് ദ ഡയറക്ടേഴ്സ് ആൻഡ് ടു അപ്പോയിൻറ്റ് അനദർ ഡയറക്ടർ ആസ് എ റീപ്ലേസ്മെൻറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് ഒരു സ്പെഷ്യൽ നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാൻ വേണ്ടി 14 ദിവസത്തിന് മുമ്പായിട്ട് ഏതെങ്കിലും ഡയറക്ടറെ റിമൂവ് ചെയ്യാനും ആ ഒരു പദവിയിലേക്ക് പുതിയൊരു ഡയറക്ടറെ നിയമിക്കാനും വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിന് നോട്ടീസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ. അതേപോലെ തന്നെ റിമൂവൽ ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്റിനും ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാം. സെൻട്രൽ ഗവൺമെൻറ് മേ ഓർഡർ റിമൂവൽ ഡയറക്ടർ ഇഫ് ആൻ അഡ്വൈസ് ഫൈൻഡിങ് ഹാസ് ബീൻ made by the company law board against him or her after making the inquiry into the sees such a fraud, persistent negligence, default carrying out obligation in such a way cause to damage to the business. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അന്വേഷണത്തിൽ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡോ അല്ലെങ്കിൽ പെർസിസ്റ്റൻറ്റ് നെഗ്ലിജൻസോ ഡിഫോൾട്ട് ഇൻ ക്യാരിങ് ഔട്ട് ഓഫ് ഒബ്ലിഗേഷൻ, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വീഴ്ച വരികയോ അത്തരം പല പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ഡയറക്ടേഴ്സിന് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് റിമൂവ് ചെയ്യാം. അടുത്ത റിമൂവൽ ബൈ ദി കമ്പനി ലോ ബോർഡ്. Company law board on receiving application for prevention of the operation of the mismanagement may inquire into matter and on inquiry if it find that relief out of be granted it may by an order remove the director. ഒരു ഡയറക്ടർ റിമൂവ് ചെയ്യാനുള്ള മൂന്നാമത്തെ വേ എന്ന് പറയുന്നത് കമ്പനി ലോ ബോർഡാണ്. കമ്പനി ലോ ബോർഡിന് ഏതെങ്കിലും തരത്തിലുള്ള പെറ്റീഷൻ കിട്ടുകയും ആ പെറ്റീഷൻ പ്രകാരം അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ അന്വേഷണത്തിൽ ഈ ഒരു ഡയറക്ടർ ഏതെങ്കിലും തരത്തിലുള്ള മിസ്മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കമ്പനി ലോ ബോർഡ് ഈ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞത് ഡയറക്ടർ ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ്, ഡ്യൂട്ടീസ്, അവരുടെ ലാബിലിറ്റി, അതുപോലെ തന്നെ എങ്ങനെ റിമൂവ് ചെയ്യാം, ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും ഒക്കെ പറഞ്ഞു. ആ നാലാമത്തെ മൊഡ്യൂളിലെ ചെറിയൊരു ടോപ്പിക് കൂടിയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ഭാഗം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് സെറ്റ് അപ്പ് ഫോർ ദി ഫേം ബേസ്ഡ് ഓൺ സർട്ടൻ സിസ്റ്റം ആൻഡ് പ്രിൻസിപ്പിൾ വിച്ച് ദ കമ്പനി ഈസ് ഗവേൺഡ്. ഒരു കമ്പനി എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെയും സിസ്റ്റത്തെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. The guidelines provide ensure that company is directed and controlled in a way so as to achieve the goals and objective to add value to the company and also benefit the shareholders in along the term. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗൈഡ് ലൈൻ, മാർഗനിർദ്ദേശങ്ങളാണ്. ഈ കോർപ്പറേറ്റ് ഗവേണൻസിലുള്ള ഈ ഗൈഡ് ലൈൻസ് സ്ഥാപനത്തെ
കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ കാര്യക്ഷമമായിട്ട് ലക്ഷ്യങ്ങൾ നേടാനും കമ്പനിയുടെ മൂല്യം കൂടാനും അതുപോലെ തന്നെ അതിൻ്റെ സർവോപരി മെച്ചം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കമ്പനിയുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കും ഈ ഒരു ഗവേണൻസ് മെത്തേഡ് കൊണ്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ട്രാൻസ്പെറൻസി ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ബിസിനസ്. കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസിലുള്ള സുതാര്യത എന്ന് പറയുന്നതാണ് ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റബിലിറ്റിക്കും അവരുടെ നിലനിൽപ്പിനുമുള്ള ആധാരം എന്ന് പറയുന്നത്. ദ നീഡ് ഫോർ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഹാസ് ഇൻറ്റൻസിഫൈഡ് due to growing competition among business in all economic sector at national as well as international level. ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ദേശീയവും അന്തർദേശീയവുമായ ബിസിനസ്സിൽ ഒരു കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഒരു ആ സിസ്റ്റമാണ് കൃത്യമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓരോ സ്ഥാപനത്തിനും ഇന്നത്തെ തലങ്ങളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന കൺസെപ്റ്റ് ഇത്തരം ഈ ഒരു സിസ്റ്റം ഗൈഡ് ലൈൻസിൻ്റെയും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. എ കമ്പനി ദാറ്റ് ഹാസ് എ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഹാസ് മച്ച് ഹയർ ലെവൽ ഓഫ് കോൺഫിഡൻസ് എമംഗ്സ് ദ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് കമ്പനി. നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ളൊരു സ്ഥാപനത്തിൽ അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തത് ആക്റ്റീവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടുവാർഡ്സ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ദ കമ്പനി ഫിനാൻഷ്യൽ മാർക്കറ്റ് പോസിറ്റിവിറ്റി ഇൻഫ്ലുവൻസിങ് ഷെയർ പ്രൈസ്. Active and independent directors contribute towards a positive outlook of the company in a financial market positivity influencing the share price. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിലും അതുപോലെ തന്നെ ഷെയറിൻ്റെ പ്രൈസിലൊക്കെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊടുക്കാൻ ഇത്തരത്തിലുള്ള ഡയറക്ടേഴ്സിന് പറ്റുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കോർപ്പറേറ്റ് ഗവേണൻസ് ഇസ് വൺ ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ ഫോർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ടു ഡിസൈഡ് ഓൺ വിച്ച് ദ കമ്പനി ടു ഇൻവെസ്റ്റ് ഇൻ. നല്ല ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള സ്ഥാപനത്തിൻ്റെ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ക്രൈറ്റീരിയ എടുത്തിട്ടാണ് വിദേശ നിക്ഷേപകർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് പിന്നെ അതിനെ ഒരു അളവുകോലാക്കി വെക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദ കോർപ്പറേറ്റ് പ്രാക്ടീസ് എംഫസൈസ് ദ ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് ആൻഡ് ഫിനാൻസ് ദാറ്റ് ലീഗൽ മോറൽ എത്തിക്കൽ ഇംപ്ലിക്കേഷൻ ഫോർ ദി ബിസിനസ് ആൻഡ് ഇമ്പാക്റ്റ് ഓൺ ദി ഷെയർ ഹോൾഡേഴ്സ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നാലാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഓഡിറ്റ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ നിയമപരമായിട്ടും സദാചാരപരമായിട്ടൊക്കെയുള്ള ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമെന്നുള്ളതാണ്. അടുത്തത് ദ റൂൾ ആൻഡ് റെഗുലേഷൻ മെഷേഴ്സ് ഇൻക്രീസ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ട്രാൻസ്പെറൻസി ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ അവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ കൂട്ടുകയും അതുപോലെ തന്നെ തീരുമാനം എടുക്കുന്നതിലൊക്കെ അവരുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടുകയും അവർക്ക് സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സുതാര്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് സഹായിക്കുന്നു. അടുത്തത് കോർപ്പറേറ്റ് ഗവേണൻസ് സേഫ് ഗാർഡ് നോട്ട് ഓൺലി ദ മാനേജ്മെൻറ്റ് ബട്ട് ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാനേജ്മെൻറ്റിന് മാത്രമല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൂടിയും സഹായകമായ ഒന്നാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പാർട്ടീസാണ്. കമ്പനിയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ താല്പര കക്ഷികൾ. അത് എംപ്ലോയീസ് ആവാം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആവാം, കോമ്പറ്റീറ്റേഴ്സ് ആവാം, ഗവൺമെൻറ് ആവാം, കമ്മ്യൂണിറ്റി ആവാം. ഇങ്ങനെ വരുന്ന പാർട്ടീസിനെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടൻറ്റ് നന്നായിട്ട് നോക്കുക. ഇതിൽ ഈ ടോപ്പിക്കിൽ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനിയിൽ സെബിയും അതുപോലെ തന്നെ അപ്പീൽഡ് ട്രൈബ്യൂണലും അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.